നമസ്കാരം. ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. NFTOS 2020 എന്ന് പറയുന്ന ഒരു നൂതനമായ ഒരു ആശയമാണ്. സിമ്പിളായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലാറ്റ്ഫോം. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള NFT ഇക്കോസിസ്റ്റമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും, ട്രേഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ സാധിക്കും. ഒരു വലിയൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ഇൻകം മോഡലാക്കി ഇതിനെ ഗ്രോ ചെയ്തെടുക്കാനും സാധിക്കും. അതിന് പറ്റുന്ന ഒരു മനോഹരമായ ഒരു ആശയം NFTOS 2020. ഇതിൽ നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണെന്ന് ചോദിച്ചാൽ $20 വാല്യൂ ഉള്ള NFTOS നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ മാർക്കറ്റ് പ്ലേസിൽ. അതിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി നമ്മുടെ മൊബൈലിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഏതെങ്കിലും ഒരു വാലറ്റ്, ടോക്കൺ പോക്കറ്റ് ആണ് ഏറ്റവും നല്ലത്. ടോക്കൺ പോക്കറ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ BNB ചെയിനിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ട്രാൻസാക്ഷന് വേണ്ടി ഒരു $2-3 BNB വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ അത്രയും USDT ലോഡ് ചെയ്ത് വെക്കുക. ഒരു NFTOക്ക് $20 ഉള്ളൂ. അങ്ങനെ നമ്മളൊരു $20 NFT മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങുന്നു. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത NFT വാങ്ങാം. വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത NFT വാങ്ങാം. 15 മിനിറ്റ് കഴിയുന്ന ആ സെക്കൻഡിൽ തന്നെ വാങ്ങണം നിർബന്ധമൊന്നുമില്ല. 15 മിനിറ്റ് കഴിഞ്ഞാലേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം നമുക്ക് എത്ര എണ്ണം വാങ്ങാൻ പറ്റും? ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റം ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വാങ്ങുന്ന ഓരോ NFTOSും അത് ബേൺ ചെയ്യും. പകരം 2 പുതിയ NFTOS ജനറേറ്റ് ചെയ്ത് നമുക്ക് ഹോൾഡിങ്ങിലേക്ക് തരും. ഇപ്പൊ ഞാൻ A എന്ന NFT വാങ്ങി. അപ്പൊ തന്നെ A1, A2 എന്ന 2 NFTOS എനിക്ക് തരും. അത് ഹോൾഡിൽ നിൽക്കും. 15 മിനിറ്റ് കഴിഞ്ഞ് B എന്നൊരു NFT വാങ്ങുമ്പോൾ B1, B2 നമുക്ക് തരും. അത് ഹോൾഡിൽ വയ്ക്കും. എന്നിട്ട് A1, A2 ഫോർ സെയിലേക്ക് പോകും. സെൽ ഓർഡർ ക്യൂയിലേക്ക് മാറി എന്നർത്ഥം. മാർക്കറ്റ് പ്ലേസിലേക്ക് ആ ക്യൂവിനനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യും. വാങ്ങിയിട്ട് പോകുന്ന സമയത്ത് A1 വാങ്ങി പോകുമ്പോൾ ഒരു $11.5, B1 വാങ്ങുന്ന സമയത്ത് A2 വാങ്ങുന്ന സമയത്ത് ഒരു $11. അങ്ങനെ $23 നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകും. അതായത് നമ്മൾ വാങ്ങുന്നു, 15 മിനിറ്റ് വീണ്ടും വാങ്ങുന്നു, 15 മിനിറ്റ് വീണ്ടും വാങ്ങുന്നു. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വാങ്ങൽ പ്രക്രിയയിലൂടെ കിട്ടുന്നത് ഹോൾഡിൽ വെച്ച് തൊട്ട് മുമ്പുള്ള സെല്ല് പോകുന്നു. അത് ഓട്ടോ സെൽ പ്രോസസ് ആണ്. ഓരോന്നും സെല്ല് പൂർത്തീകരിക്കപ്പെടുമ്പോൾ $1.5 വീതം നമുക്ക് ലാഭം ഉണ്ടാകും. അങ്ങനെ 15% ലാഭം എടുക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ആശയം. വാങ്ങുന്നു, സ്പ്ലിറ്റ് ആകുന്നു, ഏൺ ചെയ്യുന്നു. ഓരോ ഫോർ സെയിൽ പോകുന്നതും സെക്കൻഡ് NFT ബൈ ചെയ്യുന്ന സമയത്തിന്റെ ടൈം സ്റ്റാമ്പ് അനുസരിച്ചാണ്. അതായത് A ഞാൻ വാങ്ങി ഒരു ദിവസം രാവിലെ 10 മണിക്ക്, B എന്ന NFT ഞാൻ വാങ്ങുന്നത് പിറ്റേ ദിവസം രാവിലെ 12 മണിക്കാണെങ്കിൽ ആ 12 മണി സമയത്തെ A1, A2 ഫോർ സെയിൽ പോകുള്ളൂ. അതുവരെയും അതവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. സോ കണ്ടിന്യൂസ് വാങ്ങുന്ന പ്രോസസ്സിൽ നിന്ന് വലിയൊരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഇതിലൊരു 5 ലെവൽ ഇൻകം ഉണ്ട്. $20 NFT വാങ്ങി നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്പോൺസർക്ക് $1.5 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്ത് പോകുന്നുണ്ട് 5 ലെവലിലേക്ക്. ഇമ്മീഡിയറ്റ് സ്പോൺസർക്ക് $0.5 ആണ്. അതിന് തൊട്ട് സെക്കൻഡ് ലെവലിൽ 0.3 ആണ്, തേർഡ് ലെവൽ 0.3 ആണ്, ഫോർത്ത് ലെവൽ 0.2 ആണ്, ഫിഫ്ത്ത് ലെവൽ 0.2 ആണ്. അതായത് 5, 3, 2 കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് അതാണ് 0.5, 0.3, 0.3, 0.2, 0.2. ഇത് കിട്ടാൻ 5 റഫറിൽ നമ്മൾ വയ്ക്കണം. ഇതാണ് സിസ്റ്റം പറയുന്ന ആകെ കണ്ടീഷനുള്ളൂ. അപ്പൊ നമ്മൾ വന്നു, ഒരു $20 NFT വാങ്ങി, നമ്മൾ റഫറൽ ഓപ്ഷനിൽ പോയിട്ട് റഫറൽ ലിങ്ക് എടുത്തു. അതിനുശേഷം നമ്മുടെ സുഹൃത്തുക്കളെ, പരിചയക്കാർ, ബന്ധുക്കൾ, അയൽവാസികൾ, ആളുകൾക്ക് ഈ ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ NFT വാങ്ങുമ്പോഴും നമുക്ക് $1.5 വീതം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഏനെ പരിചയപ്പെടുത്തി, അദ്ദേഹം 75 NFTOS വാങ്ങി. എങ്കിൽ ഓരോ NFTOS വാങ്ങുമ്പോഴും എനിക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കും. $37.5 മൊത്തം എന്റെ കയ്യിലേക്ക് വരുന്നുണ്ടാകും. അങ്ങനത്തെ ഒരു 10 പേരെ പരിചയപ്പെടുത്തിയാലോ $375 അങ്ങനെ 100 പേരെ പരിചയപ്പെടുത്തിയാലോ $3750 അപ്പൊ പണം സമ്പാദിക്കാൻ ലെവൽ പ്രോഗ്രാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ABCDE അങ്ങനെ 5 പേരെ ഞാൻ സ്പോൺസർ ചെയ്തു. അതുവഴി ഒരു $375 ഞാൻ എടുത്തു. 5 പേരെ സ്പോൺസർ ചെയ്തപ്പോ 375 കിട്ടത്തില്ലല്ലോ അല്ലേ? 75 × 5 375 NFTOS ആണ്. ഓരോന്നിൽ നിന്നും $1.5 വീതം. അപ്പോ 150 25ന്റെ പകുതി 12 $162 കിട്ടും. ശരിയല്ലേ? സിമ്പിൾ ആണ്. കണ്ടോ? വളരെ സിമ്പിളായ ഒരു ആശയമാണ്. അത്തരത്തിൽ ആ റഫറൽ പ്രോഗ്രാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ട്രേഡർ പൂൾ എന്നൊരു ഇൻകം തരുന്നുണ്ട്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് NFT വാങ്ങിക്കൊണ്ടിരുന്നാൽ മതി.
75 NFTOs ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ ഒരു പോയിന്റ് ഉണ്ടാക്കാം. ഓരോ 75നും ഒരു പോയിന്റ് എന്നാണ്. അപ്പൊ ഒരാഴ്ച കൊണ്ട് നമുക്ക് 75 സ്ഥാനത്ത് 150 ചെയ്യാൻ പറ്റിയാലോ 2 പോയിന്റ് നേടാം. 225 ചെയ്യാൻ പറ്റിയാലോ 3 പോയിന്റ് നേടാം. ഇങ്ങനെ ഓരോ 75 NFTOസിന്റെ ബൈയിൽ നിന്നും ഓരോ പോയിന്റ് വീതം നമുക്ക് നേടിക്കൊണ്ടിരിക്കാം. അത് കട്ട് ചെയ്യുന്നത് കട്ട് ഓഫ് നടക്കുന്നത് എല്ലാ വ്യാഴാഴ്ച ദിവസവുമാണ്. GMT ടൈമാണ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ടൈം എടുക്കുമ്പോൾ വെളുപ്പിന് 5:29 ആ കട്ട് ഓഫ് വരുന്നത്. 5:29 കട്ട് ഓഫ് ആയി 5:30 മുതൽ അടുത്ത കൗണ്ടിങ് സ്റ്റാർട്ട് ആവും. അങ്ങനെ കട്ട് ഓഫ് ആവുന്ന സമയത്ത് ഒരു പോയിന്റിന് എത്ര വിലയുണ്ടോ അത് അന്നേ ദിവസം തന്നെ പകൽ സമയത്ത് GMT ടൈമാണ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യൻ ടൈമിൽ ഒരു 12 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് സിസ്റ്റത്തിന്റെ ഒരു ബ്യൂട്ടി. അവിടെ 75 NFTOസിന് ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഓരോ NFTOയിൽ നിന്ന് $1.50 ട്രേഡഡ് പൂൾ ഷെയർ ആയിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പൊ 75ൽ നിന്ന് 1.5 വെച്ച് മാറ്റി വയ്ക്കുമ്പോൾ ഒരു പോയിന്റ് ജനറേറ്റ് ആയാൽ $112 മിനിമം ഉണ്ടെന്ന് അർത്ഥം. പക്ഷെ പലർക്കും 5ഉം 10ഉം 15ഉം 20ഉം NFTOs ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ വരുമല്ലോ. കറക്റ്റ് 75 ചെയ്തവർക്ക് മാത്രമേ ഒരു പോയിന്റ് കിട്ടുള്ളൂ. ഇപ്പൊ 100 ചെയ്തവരാണെങ്കിൽ ഒരു പോയിന്റ് കിട്ടുന്നുള്ളൂ. ബാക്കി 25 NFTOസിൽ നിന്നും $1.50 വീതം സിസ്റ്റത്തിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പൂളിലേക്ക്. അപ്പൊ വലിയൊരു സംഖ്യ അവിടെ വരുന്നുണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്യപ്പെട്ട പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. അത് മിനിമം $112 ഉണ്ടാകും. അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം. ഓരോ ദിവസവും ലൈവായിട്ട് നോക്കുന്ന സമയത്ത് $22,000 $23,000 ഒക്കെ വരുന്നുണ്ട്. ഒരാഴ്ച കൊണ്ടൊക്കെ വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു $250 $280 $300 റേഞ്ചിലൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മിനിമം 112 ഉറപ്പിക്കാം. അതാണ് ട്രേഡർ പൂൾ ഷെയറിന്റെ പ്രത്യേകത. അതിന് ആക്റ്റീവായിട്ട് NFTOs വാങ്ങിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. ഇനി നമുക്കുള്ളത് ലീഡർഷിപ്പ് പൂളാണ്. ലീഡർഷിപ്പ് പൂളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സ്പോൺസർ ചെയ്ത ആളുകൾ, ഇപ്പൊ ABCDE 5 പേരെ ഞാൻ സ്പോൺസർ ചെയ്തു. അതിനുവേണ്ടി ഞാനൊരു NFT വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇവരെ സ്പോൺസർ ചെയ്തിട്ടുള്ളൂ. ഇവർ ഓരോരുത്തരും NFTOs വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരാഴ്ച കൊണ്ട് 75 NFT കംപ്ലീറ്റ് ചെയ്തു. ബിയും കംപ്ലീറ്റ് ചെയ്തു, സിയും കംപ്ലീറ്റ് ചെയ്തു, ഡിയും കംപ്ലീറ്റ് ചെയ്തു. ആണെങ്കിൽ ഒരു NFT വാങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ വരാലോ. 5 പേര് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ടോട്ടൽ നോക്കുമ്പോൾ 301 NFTOs ആണ് ട്രേഡ് ചെയ്യപ്പെട്ടത്. ഒരു 50 NFTOക്ക് ഒരു പോയിന്റ് ആണ് എക്സിന് കിട്ടുക, സ്പോൺസർക്ക് കിട്ടുക. അപ്പൊ 300 ആകുമ്പോൾ 6 പോയിന്റ് കിട്ടി. അവിടെ 50 NFTOക്ക് ഒരു പോയിന്റ് എന്ന രൂപത്തിൽ പറയുമ്പോൾ ഒരു NFT ഒരു പോയിന്റ് ജനറേറ്റ് ആകുമ്പോൾ മിനിമം $75 വാല്യൂ ഉണ്ടാവും, ഏറ്റവും മിനിമം. അതിൽ കൂടുതലായിരിക്കും സംഭവിക്കുക. $22,000 ഓരോ ബുധനാഴ്ച കൂടുമ്പോഴൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓരോ NFTOയിൽ നിന്ന് ഫണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പോയിന്റിന് $100 മേലെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മിനിമം 75 ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്ക് എത്ര ലീഡർഷിപ്പ് പൂൾ പോയിന്റ് നേടാൻ പറ്റും, അതിൽ ഫോക്കസ് ചെയ്താൽ കൈ നിറയെ പണം സമ്പാദിക്കാൻ പറ്റും. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുടെ പവർ അവിടെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് NFT 2020 എന്ന് പറയുന്നത്. ഉദാഹരണം, ഇപ്പൊ ഒരാളെ കൊണ്ട് ഒരു 75 NFTOs ഒക്കെ വാങ്ങിപ്പിക്കുക എന്നുള്ളത് ഒരു നടക്കാവുന്ന ഒരു പ്രോസസ്സാണ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ 40 NFT ഒക്കെ ഒരു ദിവസം വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഉറങ്ങണം, മറ്റുള്ള ഫോൺ കോൾ നമ്മൾ ആക്ടിവിറ്റി ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്ക്രീൻ ടൈം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒക്കെ നമ്മൾ നോക്കുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നോക്കുന്ന ഒരു സ്ക്രീൻ ടൈം നോക്കിയാൽ ഒരു ദിവസം 10-12 മണിക്കൂർ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് സ്ക്രീൻ നോക്കിയിട്ട്, സ്മാർട്ട് ഫോൺ നോക്കിയിട്ട്. അത്രയും സമയമൊന്നും വേണ്ട. വളരെ ചെറിയ സമയമുണ്ടെങ്കിൽ നമുക്കൊരു 10-40 NFTOs വാങ്ങാൻ പറ്റും. കറക്റ്റ് 5 മിനിറ്റ് നോക്കി തന്നെ വാങ്ങണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ക്യൂവിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഓർഡർ വരുന്നുണ്ടാവും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം സെല്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഫ്ലോയിൽ നമുക്ക് ഇങ്ങനെ പേയ്മെന്റ് കിട്ടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ 75 NFTOs ഒരാഴ്ച കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഒരു 100 പേരെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റിയാൽ, ആ 100 പേര് നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള ആൾക്കാരായിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സിൽ പെട്ട ആൾക്കാരായിരിക്കാം, നമ്മുടെ ക്ലോസ് സർക്കിളിൽപ്പെട്ട ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള ആൾക്കാരെ എടുക്കാം, അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള ആൾക്കാരെ എടുക്കാം. 100 പേര് നമ്മൾ സ്പോൺസർ ചെയ്യുന്നു. അവരെല്ലാം ഒരാഴ്ചയിൽ 75 NFTOs കംപ്ലീറ്റ് ചെയ്യും. എങ്കിൽ 7,500 NFTOs ആണ് ഫസ്റ്റ് ലെവലിൽ ട്രേഡ് ചെയ്യപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി. 7,500 NFTOസിൽ നിന്ന് ഓരോ 50നും ഒരു പോയിന്റ് വീതം എന്ന് പറഞ്ഞാൽ 150 പോയിന്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടും. ഒരു പോയിന്റിന് മിനിമം $75 എന്ന് പറയുമ്പോൾ 150 ഗുണം 75, $11,250 പൂൾ ഷെയർ മാത്രമായിട്ട് നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും വിഡ്രോ ചെയ്യാൻ പറ്റും. എല്ലാ വ്യാഴാഴ്ചയും എന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഓരോ NFTOസും അത് സെല്ല് ചെയ്ത് പേയ്മെന്റ് വരുമ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്യാനുള്ള പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. കാരണം 75 NFTOസിന് ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ ബൈയിങ് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയില്ല.
കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ബൈ ചെയ്ത് പോകും. സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയിലും ഇതേ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ ഈ 100 പേർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പൂൾ ഷെയർ മാത്രം അത്രയും പേയ്മെന്റ് കിട്ടും. തീർന്നില്ലല്ലോ. 7500 NFT നിന്ന് $0.5 വീതം റഫറൽ കമ്മീഷൻ കിട്ടൂലേ? ഒരു $3750 അതും കിട്ടും. അപ്പൊ ടോട്ടൽ എത്രയും $15000 ഒരാഴ്ചയിൽ. ഒരു മാസം $60000. അത്തരത്തിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സുഹൃത്തുക്കളെ. ഏറ്റെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്, ഡേറ്റാബേസ് ട്രാക്കിംഗ് ഉള്ള, ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള, റിയൽ ടൈം ഡേറ്റ തരുന്ന, സെക്യൂർ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് ആണ് NFTOS 2020. ബൈ ആൻഡ് സെൽ NFTOS ആണ് ഇവിടെ ചെയ്യേണ്ട ജോലിയുള്ളൂ. സെല്ലിംഗ് ഓട്ടോയാണ്. 5% പ്രോഫിറ്റ് എല്ലാ ട്രേഡിലും ഉണ്ടാവും. ഒരു ബിൽറ്റ് ഇൻ മാർക്കറ്റ് പ്ലേസ് അതിനുവേണ്ടി സിസ്റ്റം തയ്യാറാക്കിയിട്ടുണ്ട്. സോ സിമ്പിൾ ആയിട്ടുള്ള, ലോ റിസ്ക് ആയിട്ടുള്ള, ഹൈ റിവാർഡ് തരുന്ന, കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള, ഒരു സ്കെയിലബിൾ ഗ്രോത്ത് എടുക്കാൻ പറ്റുന്ന, ഒരു പാസീവ് ഇൻകം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. സോ ഏറ്റെടുക്കുക, യൂട്ടിലൈസ് ചെയ്യുക, പണം സമ്പാദിക്കുക. സ്റ്റാർട്ട് റഫറിംഗ് ആൻഡ് ഗ്രോ വിതൗട്ട് എനി ലിമിറ്റ്സ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.